ഫൈൻ ആർട്സ് ക്ലബ്ബ് ഈരാറ്റുപേട്ട സംഘടിപ്പിച്ച വനിതാ പ്രതിഭകൾക്കുള്ള ആദരസന്ധ്യയും ഈരാറ്റുപേട്ട നഗരസഭയിലെ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ഇഫ്താർ സൗഹൃദ സംഗമവും ശ്രദ്ധേയമായി. നടക്കൽ ബരക്കാത്ത് സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫെയ്സ് പ്രസിഡന്റ് കെ.പി.എ. നടക്കൽ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ ഉദ്ഘാടനം ചെയ്തു. ഫെയ്സ് ട്രഷറർ തസ്നീം കെ. മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കയ്യൊപ്പുചാർത്തിയ വനിതാ പ്രതിഭകളായ മികച്ച സംഘാടകയായി റസീന ജാഫർ, എഴുത്തുകാരി പുഷ്പ സജീവ്, കവയത്രിയും സംരംഭകയുമായ മേരി കുട്ടി കുര്യാക്കോസ്, നോവലിസ്റ്റ് ഷീബ അബ്ദുള്ള, സാമൂഹിക സേവന മേഖലയിൽ ലാലി സിറിയക്, ചിത്രകാരി ഉഷ ഹരിദാസ്, മികച്ച ലൈബ്രറിയനായി താഹിറ താഹ, സ്റ്റേജ് ആർട്ടിസ്റ്റ് നജ്മ നജീബ് എന്നിവരാണ് ആദരമേറ്റുവാങ്ങിയത്. തുടർന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ, വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന ടീച്ചർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീമ നാസർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്ലീൻ സിറാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇൽമുന്നിസ ഷാഫി എന്നിവർക്ക് സ്വീകരണം നൽകി. വിവിധ കക്ഷി നേതാക്കളായ സവാദ് ഇഞ്ചക്കാട്ടിൽ, സി.പി. ബാസിത്ത്, ഷിയാസ് സി.സി.എം, സുബൈർ വെള്ളാപ്പള്ളി, ഷാജിദ വെളിയത്ത്, കെ.എം.കെ.എ. സംസ്ഥാന സെക്രട്ടറി വി.എം. സിറാജ്, ഫെയ്സ് ഡയറക്ടർ സക്കീർ താപ്പി, സീനിയർ വൈസ് പ്രസിഡന്റ് ജബ്ബാർ പാറയിൽ, വൈസ് പ്രസിഡന്റ് റഫീഖ് പട്ടരുപറമ്പിൽ, വിമൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മൃദുല നിഷാന്ത്, സാഹിത്യവേദി പ്രസിഡന്റ് കെ.എം. ജാഫർ എന്നിവർ ആശംസകളർപ്പിച്ചു. ഫെയ്സ് ജനറൽ സെക്രട്ടറി ഹാഷിം ലബ്ബ സ്വാഗതവും സാഹിത്യവേദി ജനറൽ സെക്രട്ടറി പി.എം. നൌഷാദ് നന്ദിയും പറഞ്ഞു. സെക്രട്ടറി നസീറ എൻ. അവതാരികയായിരുന്നു. തസ്നി റിയാസ് പ്രാർത്ഥനാഗീതം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ഇഫ്താർ സംഗമത്തിൽ സംഗീത സംവിധായകൻ പൂഞ്ഞാർ വിജയൻ, പ്രശസ്ത സാഹിത്യകാരൻ വിഷ്ണു എം. നായർ, ഗായകൻ നിഷാന്ത് പത്മനാഭൻ, കഥാകൃത്ത് എസ്.എഫ്. ജബ്ബാർ, കാഥികൻ വി.എം.എ. സലാം തുടങ്ങി കലാ, സാഹിത്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും മറ്റു സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അനുകമ്പയ്ക്ക് പകരമായിട്ട് നിങ്ങൾ അവസരങ്ങൾ നൽകുക. അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ സ്വപ്നത്തെ നിങ്ങൾ തടയുന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന്റെ പുരോഗതിയെ തടയുന്നതിന് തുല്യമാണ്. കാരണം ആ രാജ്യത്തിന്റെ ഭാവി വളരുന്നത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ, ഒരു സ്ത്രീയുടെ മടിത്തട്ടിൽ അല്ലെങ്കിൽ അവരുടെ കൈകളിലാണ് വളർന്നു വരുന്നത്. ഒരു സ്ത്രീക്ക് നിങ്ങൾ ശക്തി പകരുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു തലമുറ, ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു തലമുറയ്ക്കും ഒരു സമൂഹത്തിനുമാണ് ശക്തി പകരുന്നത്. അവളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വപ്നങ്ങളാണ് അവിടെ യാഥാർത്ഥ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്ത് എല്ലാ വിധത്തിലും നിങ്ങൾ കൂടെ ഉണ്ടാകണം. അതിന് നമ്മുടെ സമൂഹം എല്ലാവരും ഒന്നോടുകൂടി പ്രവർത്തിക്കണം. ഒരു സ്ത്രീ ഉയരുമ്പോൾ ഒരു കുടുംബം ഉയരും, ഒരു കുടുംബം ഉയരുമ്പോൾ ഒരു സമൂഹം ഉയരും, ഒരു സമൂഹം ഉയരുമ്പോൾ ഒരു രാജ്യം ഉയരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ അങ്ങനെ ഒരു തീരുമാനം നാം ഓരോരുത്തരും എടുത്തുകൊണ്ട് നമ്മളുടെ മക്കളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന നമ്മുടെ ഇഫ്താർ സംഗമം, ഫെയ്സിന്റെ കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ഏത് പരിപാടി എടുത്തു നോക്കിയാലും അത് നമുക്കൊരു ആഘോഷം തന്നെയാണ്, ഇന്നും വ്യത്യസ്തമല്ല. അപ്പം ഈ ഇഫ്താർ മീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ വനിതാ ദിനത്തിന്റെ ഒരു മുദ്രാവാക്യവും അഗ്യൂറ്റ് ഗെയിൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ സമാധാനവും സന്തോഷവും സ്നേഹവും നമുക്കുള്ളത് എന്തൊക്കെയാണോ അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് തിരിച്ച് നമുക്ക് അതേപോലെ സന്തോഷവും അനുഗ്രഹങ്ങളും നേടുന്ന ഒരു മാസമാണ്. ആ ഒരു പുണ്യമാസത്തിൽ ഒത്തുകൂടിയ എല്ലാവരോടുമുള്ള സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8 വനിതാ ദിനം 8 വനിതകളെ ആദരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ നമ്മൾ അതിനായിട്ട് തിരഞ്ഞെടുത്ത ക്രൈറ്റീരിയസ് ആരോഗ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, അതുപോലെ സ്വന്തം എന്താണോ നമുക്കുള്ള കഴിവ് തെളിയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു ജീവിത മാർഗം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തികൾ, സ്ത്രീകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനായിട്ട് അതിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകിയ സ്ത്രീകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിനായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ ഏറ്റവും സന്തോഷം നൽകിയത് അതിൽ 6 പേര്
ഫേസിന്റെ തന്നെ വനിതാ രത്നങ്ങളാണ്, ഫേസിന്റെ തന്നെ കുടുംബാംഗങ്ങളാണെന്നുള്ള സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. അവരോടൊപ്പം തന്നെയുള്ള എല്ലാവരെയും 8 പേരെ ഒരുപോലെ തന്നെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. പിന്നീട് ഫേസ് തുടങ്ങിയ കാലം മുതൽ ഞാൻ ഈ സംഘടനയെ ഏറ്റവും സ്നേഹത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ഇന്നിവിടെ 2 പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. ഒന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ആ വനിതാ ദിനാഘോഷവും ഇഫ്താർ സംഗമവും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വനിതാ ദിനാഘോഷത്തിൽ ഇവിടെ ആദരിക്കപ്പെടുന്ന ഏറ്റവും മഹത്തുക്കളായ വനിതകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ആ പ്രോഗ്രാം നോട്ടീസൊക്കെ കണ്ടിരുന്നു, വായിച്ചിരുന്നു. അവർക്ക് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകളാണ്. വനിതാ ദിനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരുപക്ഷെ ഈരാറ്റുപേട്ടയിൽ ഫേസ് ക്ലബ്ബ് മാത്രമേ സംഘടിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ വനിതകൾക്ക് പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഒരുപക്ഷെ അടുത്ത കാലം വരെ വനിതകളെ പൊതുമേഖലകളിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിന് വൈമുഖ്യമൊക്കെ ചില സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറന്നേക്ക് ഇന്ന് വനിതകൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകണമെന്നുള്ള കൺസെപ്റ്റിൽ എല്ലാ മേഖലകളും വന്നിരിക്കുകയാണ്. അതിപ്പോൾ ജനപ്രതിനിധി സംവിധാനമാണെങ്കിലും വനിതകളെ പുരുഷന്മാരെക്കാളും കൂടുതലാണ് വനിതകൾ. ഈരാറ്റുപേട്ട നഗരസഭയിൽ 29 കൗൺസിലർമാരിൽ 15 പേരും വനിതകളാണ്. എന്ന് വെച്ചാൽ പുരുഷന്മാരെക്കാളും ഒരെണ്ണം കൂടുതലായിരിക്കണം വനിതകളെന്നുള്ളതാണ്. ഇപ്പം ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി, ലിംഗസമത്വത്തിന്റെ ഭാഗമായി പേരുകൾ പോലും സമാനതകളായി മാറിയിരിക്കുകയാണ്. നഗരസഭ ചെയർമാൻ എന്ന് കഴിഞ്ഞ കാലം വരെ വിളിക്കാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നഗരസഭയ്ക്ക് ചെയർപേഴ്സൺ എന്ന ഒറ്റ പദവിയോ, ചെയർപേഴ്സൺ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതാണ് ഈ പറയുന്ന കൺസെപ്റ്റ്. അത് വനിതാ ദിനത്തിൽ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണല്ലോ. ഏതായാലും ഇവിടെ നമുക്കറിയാം, വനിതകളെ ആദരിക്കുന്ന അല്ലെങ്കിൽ വനിതാ ദിനത്തിൽ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ പ്രദേശത്ത് വിവിധ മേഖലകളിൽ ഉന്നതിയിലെത്തിയ കഴിവുള്ള പ്രഗത്ഭരായ വനിതകളെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തും. അത് ഇന്ത്യ രാജ്യത്ത് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും രാഷ്ട്രീയ രംഗത്ത് ഈ ഇന്ത്യയുടെ ഉരുക്കുവനിത എന്ന് അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി, നമുക്കറിയാം, രാഷ്ട്രീയ മേലുമാവട്ടെ ഇന്ത്യയിലെ അന്നത്തെയും ഇന്നത്തെയും ആകെയുള്ള ഒരു വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അത് കലാരംഗത്ത് വരുമ്പോഴത്തേക്കും ആ നിലയിൽ ഗായികയായിട്ടുള്ള ലതാ മങ്കേഷ്കർ, അല്ലെ? ലതാ മങ്കേഷ്കർ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ. അതുപോലെ സ്പോർട്സ് രംഗത്ത്, സാഹസിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അങ്ങനെ ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെ എല്ലാം ഉന്നതിയിലെത്തിയ ഒരുപാട് മഹിളാ രത്നങ്ങളുണ്ട്. അത് ഇന്ത്യ തലത്തിൽ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ ഞാൻ ഈ പറയപ്പെടുന്ന മേഖലകളിലൊക്കെ വനിതകളുടെ പ്രാധാന്യവും കഴിവുള്ള വനിതകളും കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈരാറ്റുപേട്ട നമ്മുടെ പ്രദേശത്ത് ആ നിലയിൽ പൊതു സമൂഹത്തിൽ ഇവിടെ കലാരംഗത്തും അല്ലെങ്കിൽ കായിക രംഗത്തും അല്ലെങ്കിൽ രചനാരംഗത്തും പാലിയേറ്റീവ് രംഗത്തും ഒക്കെ കഴിവുള്ള, വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കഴിവുള്ള വനിതകളെയാണ് ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങിലാണ് നമ്മളിവിടെ പങ്കെടുക്കുന്നത്. ഫേസ് ക്ലബിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ഫേസ് ക്ലബിന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് കലയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ട് പാടുന്നവരെയും പാട്ട് എഴുതുന്നവരെയും വായിക്കുന്നവരെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ എല്ലാവരും പറയാറുള്ളത് പോലെ കലാകാരന്മാരുടെ മനസ്സിൽ വിദ്വേഷവും പകയും ഇല്ലെന്നുള്ളതാണ് കൂടുതൽ പേരുടെയും മനസ്സിൽ. കാരണം കലയെ സ്നേഹിക്കുക, പുഷ്പങ്ങളെയും ചെടികളെയും പ്രകൃതിയെയും സ്നേഹിക്കുക, കുഞ്ഞു മക്കളെ സ്നേഹിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ മനസ്സെന്ന് പറഞ്ഞാൽ നൈർമല്യമാണ്. അവരുടെ മനസ്സിൽ വിദ്വേഷമോ പകയോ ഉണ്ടാവില്ല. നല്ല മനസ്സിനുടമകളാണ് കലാകാരന്മാർ. തീർച്ചയായിട്ടും ഞാൻ വെറുതെ ഭംഗിവാദ കലാകാരന്മാരുടെ സദസ്സായതുകൊണ്ട് പറയുന്നതല്ല. ഇന്നത്തെ സമൂഹത്തിൽ വനിതകൾക്ക് ഒത്തിരി മുന്നേറാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞങ്ങളൊക്കെ ആദ്യമായി 10-15 വർഷം മുമ്പ് പൊതുപ്രവർത്തന രംഗത്ത് വരുമ്പോൾ വിരലിലുണ്ടാകുന്ന ആൾക്കാരേ ഉള്ളൂ.
നമുക്കത് മാത്രമല്ല, അത് മുമ്പോട്ട് വരണം, മൈക്കെടുത്ത് സംസാരിക്കാനോ ഒക്കെ പേടിയും ഒരു ഭയവും ഒക്കെ നിലനിന്ന ഒരു സമയത്താണ് നമ്മൾ വരുന്നത്. ഇന്ന് സ്ഥിതിവിശേഷമൊക്കെ മാറി. ഇന്ന് ലോകത്തിൽ ഏത് മേഖലകൾ എടുത്താലും വിജയം വരിച്ച 10 ൽ 8 ആണുങ്ങളാണെങ്കിൽ 2 പുരുഷൻ 2 സ്ത്രീകളുണ്ട്. അതെല്ലാവർക്കും മാതൃകയാണ്, മാറ്റവുമാണ്. നമ്മൾ ഇന്ന് ബഹിരാകാശ യാത്ര നടത്തുന്ന നമ്മുടെ സുനിത വില്യംസ് ഇന്ത്യയിൽ വന്നു. അവരുടെ വാക്കുകളെല്ലാം നമ്മൾ കാതോർത്തു. കേരളത്തിലും വന്നു. അപ്പോൾ വനിതകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളൊന്നും ഇന്ന് ലോകത്തില്ല. ഈ വനിതാ ദിനത്തിൽ വനിതകളുടെ മെജോറിറ്റി ലെവൽ മനസ്സിലാക്കാനും അവരുടെ പ്രാതിനിധ്യത്തിനെ മനസ്സിലാക്കാനും അവർക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ